എല്ലാവർക്കും പെരിയാർ റിസർവ് ഏരിയയിലേക്ക് സ്വാഗതം. ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടി സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് KTDCയുടെ 3 റിസോർട്ടും കാര്യങ്ങളിലാണ് ഉള്ളത്. അതിലൊന്ന് വരുന്നത് പെരിയാർ ഹൗസ്, 2 അരണ്യ നിവാസ്, 3 വരുന്നത് ലേക്ക് പാലസുമാണ് ഉള്ളത്. ഈ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു എൻട്രി പെർമിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ഈ ഫോറസ്റ്റിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒരു പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പാലസിലേക്കും ഈ പറഞ്ഞ റിസോർട്ടിലേക്കും ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ബുക്കിംഗ് ഡേറ്റും അതുപോലെയുള്ള കാണിച്ചാൽ മാത്രമേ പോലീസ് എൻട്രി കടത്തിവിടുന്നതായിരിക്കും. അത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക്. അല്ലാതെ വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ മെയിൻ എൻട്രി പോസ്റ്റിൻ്റെ അവിടെ തന്നെ, ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെ നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ നേരെ വന്നിട്ട് തേക്കടി ബോട്ട് യാത്രകൾ നടത്തുന്നത്. അപ്പോൾ അല്ലാതെ വരുന്ന പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും എൻട്രി കിട്ടുന്നതല്ലായിരിക്കും. ഇങ്ങനെ റിസോർട്ടിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ എൻട്രി പെർമിറ്റ് അനുവദിക്കുന്നുള്ളൂ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട്. ഈ 3 റിസോർട്ടും ഫോറസ്റ്റിൻ്റെ അകത്താണ്. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൈസോളിൽ പോകുന്നത് നമ്മുടെ തേക്കടി ബോട്ട് സർവീസുള്ള ഏരിയ റൈഡിലോട്ടും, നമ്മളിന്ന് താമസിക്കുന്നത് അരണ്യ നിവാസ് റിസോർട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അരണ്യ നിവാസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് മാനേജ് ചെയ്യുന്ന നമ്മുടെ KTDC ആണ് മാനേജ് ചെയ്യുന്നത്. ഇത് ഡീലക്സ്, പ്രീമിയം, സൂട്ട് അങ്ങനെ 3 ടൈപ്പ് ഓഫ് റൂം അവൈലബിൾ ആണ്. അരണ്യ നിവാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോറസ്റ്റിന്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഈ ഒരു റിസോർട്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ 5 മണിക്ക് മുമ്പ് തന്നെ ഈ റിസോർട്ടിൽ നമ്മൾ വന്നിരിക്കണം. അതിനുശേഷം ആർക്കും റിസോർട്ട് വരാനോ പുറത്തോട്ട് പോകാനോ നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം വന്യമൃഗങ്ങളെ ഇറങ്ങുന്നതുകൊണ്ട് അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കാരണം നമുക്ക് പെർമിഷൻ കിട്ടത്തില്ല. ഹോട്ടലിലേക്ക് വരാനും അതുപോലെ പുറത്തോട്ട് പോകാനും നമുക്ക് എൻട്രി പെർമിഷൻ കിട്ടില്ല. അപ്പോഴത്തേക്ക് ഗേറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ എല്ലാം വരുന്നവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റിസോർട്ട് ഒരു ബ്രിട്ടീഷ് നിർമ്മിതി കൂടി ആയതുകൊണ്ട് ആ പഴയകാല പ്രൗഢിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ പാറകൾ കൊണ്ടാണ് ഭിത്തി തന്നെ കെട്ടിയിരിക്കുന്നത്. അതൊരു നല്ല കൂളിങ്ങും, പുറത്ത് നല്ല ഫോറസ്റ്റ് കാര്യങ്ങൾ ചുറ്റും ആയതുകൊണ്ട് നല്ല കൂളിങ്ങും കാര്യങ്ങളും AC കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂമും കാര്യങ്ങളും ഒക്കെ. അരണ്യ നിവാസിൽ അല്ലെങ്കിൽ പെരിയാർ ഹൗസ് അതുപോലെ ലേക്ക് പാലസിലൊക്കെ താമസിക്കുന്നത് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് നമ്മുടെ പെരിയാർ തേക്കടി ബോട്ടിങ്ങിന് വേണ്ടി പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് താമസിക്കുന്നത്. ഏകദേശം രാവിലെ 7:30 ഫസ്റ്റ് സർവീസ് ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു രാവിലെയുള്ള യാത്രയിൽ മൃഗങ്ങളെ കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടിയാണ് ആ ഒരു ടൈമിങ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുറമേ നിന്ന് വന്നു ചേരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള റിസോർട്ടുകൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ബോട്ടിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ പെരിയാർ അരണ്യ നിവാസിലാണെങ്കിൽ പോലും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സ്വിമ്മിംഗ് പൂളും ആയുർവേദിക് സ്പായും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയകളും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഈ ടിക്കറ്റിന് ഇൻക്ലൂഡിങ് ആയിട്ട് വരും. അപ്പോൾ ഇത് നേരത്തെ ബുക്ക് ചെയ്യുന്നവർ പിറ്റേ ദിവസത്തേക്കുള്ള ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് കൂടെ ഇതിലൂടെ KTDCയുടെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലെ നമ്മുടെ പുറത്തുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് റൂമിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അതുപോലെ റൂം എപ്പോഴും തുറന്നിടാനോ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ധാരാളമായിട്ടുണ്ടായതുകൊണ്ട് റൂമിൽ വെച്ച് പല സാധനങ്ങളും ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഗ്ലാസ്സുകളൊന്നും തുറക്കാൻ പാടില്ല. പ്രത്യേക ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ പറയുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത പാട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.